അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രഭാത വെളിച്ചം 526 ദിവസം അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ഈമാൻ എന്നുള്ള ആ പ്രധാന അധ്യായത്തിൽ മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല ബാബുൻ അൽ ഹയാഉ മിനൽ ഈമാൻ എന്ന് പറയുന്നുണ്ട്. ലജ്ജ ഈമാനിൽപ്പെട്ടതാണ് എന്ന് പറയുന്നൊരു അധ്യായം പറയുന്നുണ്ട്. അതിലെ ആദ്യത്തെ ഹദീസ് നമുക്കിന്ന് പഠിക്കാം. അൻ സാലിം ഇബ്നു അബ്ദില്ലാഹ് അൻ-നബി അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ റജുലിൻ മിനൽ അൻസാരി വഹുവ യഇലു അഖാഹു ഫിൽ ഹയാഇ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅഹു ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. വളരെ പ്രശസ്തമായ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു ഹദീസാണ് ഇവിടെ പറയുന്നത്. മഹാനായ സാലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അവരുടെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ അലാ റജുലിൻ മിനൽ അൻസാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അൻസാരിയായ ആളുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. വഹുവ യഇലു അഖാഹു. ആ അൻസാരിയായ സഹാബി ചെയ്യുന്നത് തൻ്റെ സഹോദരനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫിൽ ഹയാഇ, ലജ്ജയുടെ വിഷയത്തിൽ. ലജ്ജയെക്കുറിച്ച് ഇങ്ങനെ വാളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅഹു, അയാളെ ഒഴിവാക്കൂ, വേണ്ട. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. തീർച്ചയായും ലജ്ജ എന്നുള്ളത് അത് ഈമാനിൽപ്പെട്ട കാര്യമാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. നന്മ ചെയ്യാനുള്ള ഉൾപ്രേരണയുണ്ടാകുന്നത് ലജ്ജയുള്ള മനുഷ്യനാണ്. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നത് ലജ്ജയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ലജ്ജയെക്കുറിച്ച് തൻ്റെ സഹോദരൻ ഇങ്ങനെ വാള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അൻസാരിയായ സഹാബിയുടെ അരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹി പറയണത്, ദഅഹു, ലജ്ജയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദഅഹു, വേണ്ട, ഇയാളെ ഒഴിവാക്കിക്കളെ. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ. തീർച്ചയായും ലജ്ജ എന്നുള്ളത് അത് ഈമാനിൽപ്പെട്ട കാര്യമാണ് എന്ന്. ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും, പകർത്തിയിട്ടുണ്ടായിരിക്കും. ഇടയ്ക്കിടെ ഇത് ഓർമ്മിക്കുന്നത് നല്ലത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലജ്ജ ഒരു മനുഷ്യനിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവനിൽ നന്മ കാണാൻ നമുക്ക് കഴിയും, അത്രത്തോളം അവനിൽ തിന്മ ഇല്ലാതെയാകുന്നത് കാണാൻ കഴിയും. ലോകത്ത് ഏറ്റവും ലജ്ജയുള്ളത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ തിന്മയുടെ ഒരു കറയും പുരളാത്ത ജീവിതമായിരുന്നു. നന്മയുടെ വെളിച്ചവും നന്മയുടെ നായകനുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇന്ന് തെറ്റ് ചെയ്യാൻ ഒരു ലജ്ജയുമില്ലാത്ത മനുഷ്യന്മാരായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന അവസ്ഥയാണ്. ഒരു നാണവും മാനവും ഇല്ലാത്ത ആളുകൾ എന്ന് സാധാരണക്കാർ പറയാറില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറ്റുകളിലായി ജീവിതം നയിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുന്ന ആളുകളല്ല ഇന്ന്. തെറ്റുകൾ, അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ലാതെ താന്തോന്നികളായി മൃഗീയമായ ജീവിതം നയിക്കുന്ന സാഹചര്യങ്ങൾ. ഇതിൽ നിന്ന് മാറി നിൽക്കാനും ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ഇത് ഹൃദയത്തിൽ കുറിച്ചു വെക്കാനും നമുക്ക് കഴിയണം. തീർച്ചയായും ലജ്ജ എന്നുള്ളത് അത് ഈമാനിൽ പെട്ടതാണ്, ഈമാനുള്ളവരുടെ സ്വഭാവമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബിയുടെ ഈ ഹദീസിൻ്റെ വെളിച്ചം ശരിക്കും ഉൾക്കൊണ്ട് ജീവിതം നന്നാക്കാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ തമ്പുരാനെ, നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ റഹ്മാൻ. പ്രഭാത വെളിച്ചം കൂട്ടായ്മയിലെ മുഴുവൻ ആളുകൾക്കും നീ ഖൈറ് നൽകണമേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തീർത്ത് തരണമേ റഹ്മാനെ. ഞങ്ങളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.